തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ ബസ് ഉടമകളുമായും ജീവനക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തോളൂർച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവതാളത്തിലായി. 5 പഞ്ചായത്തുകളിലെ കോൾ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൊടുങ്ങല്ലൂർ നഗരവും പരിസരവും കയ്യേറ്റ മാഫിയയുടെ പിടിയിൽ. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തട്ടുകട തുടങ്ങി മറിച്ചുവിറ്റ് 10,000 ലാഭം നേടുന്ന കച്ചവടം വ്യാപകമാകുന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ BRTക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കാളിയാറോഡ് പങ്ങാരപ്പള്ളി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. വലപ്പാട് മുരിയാന്തോട് 2.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആലത്തൂർ സ്വദേശികളായ പ്രവീൺ, ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ 5 ദിവസമായി നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി ബസ് ഉടമകളുമായും തൊഴിലാളി സംഘടനാ നേതാക്കളുമായും ഒറ്റപ്പാലം സബ് കളക്ടർ ജെറോമിക് ജോർജ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളായിട്ടായിരിക്കും സർവീസ് നടത്തുക. ബുധനാഴ്ച മുതൽ തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറാനും ധാരണയായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കിയത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവച്ചത്. ചർച്ചയിൽ ബസ് ഉടമ നേതാക്കളായ ആന്റോ ഫ്രാൻസിസ്, പ്രേംകുമാർ, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ KR അനന്തൻ, ജയൻ കോലഴി തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തോളൂർച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവതാളത്തിലായി. 5 പഞ്ചായത്തുകളിലെ കോൾ കൃഷിയും കരകൃഷിയും ഉണക്ക് ഭീഷണിയിൽ. തോളൂർച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെ ആശ്രയിച്ചാണ് തോളൂർ, മുല്ലശ്ശേരി, എളവള്ളി, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം നെൽവയലുകളിലും കരഭൂമിയിലും കൃഷി നടത്തുന്നത്. ചിമ്മിനി ഡാമിൽ നിന്നും കോൾപ്പടവുകളിലെ കനാലിലൂടെ കടാംതോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പുഴയിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ നടത്തിയാണ് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നത്. നിലവിൽ വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന പെട്ടിയും പറയും തകർന്ന അവസ്ഥയിലായിരുന്നു. കർഷകരുടെ നിരന്തര പരാതിയെ തുടർന്ന് പുതിയ മോട്ടോർ സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. 50 HP-യുടെ 2 മോട്ടോർ പമ്പുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 1 മാസം മുൻപ് ഇതിൽ 1 മോട്ടോർ പമ്പ് സ്ഥാപിച്ചുവെങ്കിലും പൂർണ്ണമായും പ്രവർത്തിപ്പിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ജില്ലാ കോൾ വികസന സമിതി അംഗം PO സെബാസ്റ്റ്യൻ പറഞ്ഞു. 2018 മാർച്ച് അനുവദിച്ച 20 ലക്ഷം രൂപയുടെ മോട്ടോറുകൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അനാസ്ഥ മൂലം സമയബന്ധിതമായി വയ്ക്കാത്തത് കൊണ്ട് വെള്ളം പമ്പ് ചെയ്യാൻ സംവിധാനം ഒരുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അനുവദിച്ചു വന്ന മോട്ടോർ ജാനുവരിയിൽ ഫിറ്റ് ചെയ്തെങ്കിലും അത് പരിപൂർണമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. തന്നെയല്ല, ഒരു മോട്ടർ അവിടെ പുറത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇത് എത്രയും വേഗം ഗവൺമെൻറ് ഈ മേഖലയിലേക്ക് അടിയന്തര ശ്രദ്ധ വരേണ്ടതാണ്. വെള്ളം ലഭിക്കാത്തതിനാൽ മാഞ്ചിറ തരിശുഭാഗത്തെ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലാണ്. സർക്കാരും കൃഷിവകുപ്പും ഇരിപ്പു കൃഷി നടപ്പിലാക്കുന്നതിന് പ്രോത്സാഹനം നൽകുമെന്ന് പറയുമ്പോഴും 1-ാം വിള കൃഷിക്ക് തന്നെ ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിന് അധികൃതർക്ക് കഴിയുന്നില്ല. പറപ്പൂർ സഹകരണ ബാങ്ക് കർഷകരുടെ സഹകരണത്തോടെ ഇപ്പോൾ താൽക്കാലികമായി മോട്ടോർ പമ്പുകൾ വെച്ച് വെള്ളം ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നെൽകൃഷി ഉണങ്ങാതെ നിൽക്കുന്നത്. ഇതിനായി വലിയൊരു തുക ചിലവും വരുന്നുണ്ട്. 2 മോട്ടോറുകളും ഉടൻ സ്ഥാപിച്ച് ലിഫ്റ്റ് ഇറിഗേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവറട്ടി. കൊടുങ്ങല്ലൂർ നഗരവും പരിസരവും കയ്യേറ്റ മാഫിയയുടെ പിടിയിൽ. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തട്ടുകട തുടങ്ങി മറിച്ചുവിറ്റ് 10,000 ലാഭം നേടുന്ന കച്ചവടം വ്യാപകം. കൊടുങ്ങല്ലൂരിന്റെ നഗരഹൃദയമായ വടക്കേനടയിലാണ് അനധികൃത കച്ചവടം കൂടുതലായുള്ളത്. ദേശീയപാതയോരത്ത് കയ്യേറിയ ഭൂമിയിലെ ഒരു തട്ടുകട ഈയിടെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയത് 1 ലക്ഷം രൂപയ്ക്കാണ്. സമാനമായ രീതിയിൽ കയ്യേറ്റ ഭൂമിയിലെ കച്ചവട സ്ഥലം മറിച്ചുവിൽക്കൽ വ്യാപകമാണ്. വടക്കേനടയിൽ താലൂക്കാസ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ 10ഓളം അനധികൃത തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 1-ലധികം കടകൾ ഒരേ വ്യക്തിയുടെ കൈവശത്തിലാണ്. നഗരത്തിൽ റോഡരികിൽ പച്ചക്കറി കച്ചവടം നടത്തുന്നയാൾക്ക് 3 ഇടങ്ങളിലാണ് കച്ചവട കേന്ദ്രങ്ങളുള്ളത്. പാതയോരത്ത് ചെരുപ്പ് നന്നാക്കുന്നവർ പോലും തട്ടുകട ഉടമകളാണ്. റോഡ് കയ്യേറിയാണ് ഇവർ കച്ചവടം നടത്തുന്നത്. ഒറ്റനോട്ടത്തിൽ നിരുപദ്രവകരമെന്ന് തോന്നാമെങ്കിലും അനധികൃത കയ്യേറ്റക്കാർ വരുത്തിവെക്കുന്ന ഉപദ്രവം നിസ്സാരമല്ല. വാഹനങ്ങൾ പാർക്കു ചെയ്യുന്നതിനും കാൽനടയാത്രയ്ക്കും തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലാണ്
പല തട്ടുകടകളും പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ചാണ് തട്ടുകട സംഘങ്ങൾ നിലനിൽക്കുന്നത്. നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഹൈടെക് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചപ്പോൾ പ്രധാന കേന്ദ്രമായ വടക്കേനടയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനാകാതെ പോയത് തട്ടുകടക്കാരുടെ സമ്മർദ്ദം മൂലമാണെന്ന് ആരോപണമുയർന്നിരുന്നു. അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭായോഗത്തിൽ ആവശ്യവുമുയർന്നു. ഇതിനിടെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് കാണിച്ച് ദേശീയപാത അധികൃതർ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്ന ദേശീയപാതാ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും സമയപരിധി കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുടുംബം പോറ്റാൻ തെരുവിൽ കച്ചവടം നടത്തിയിരുന്നവർക്ക് പകരം ഇപ്പോൾ അമിത ലാഭം കൊയ്യാൻ തെരുവ് തന്നെ കച്ചവട കേന്ദ്രമാക്കി കയ്യേറുകയാണ് തട്ടുകട മാഫിയ. TCV കൊടുങ്ങല്ലൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ BRDക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ ഹോട്ടൽ ജീവനക്കാരൻ മരിച്ചു. കാളിയാറോഡ് പങ്ങാരപ്പള്ളി പുത്തൻപീടികയിൽ കോയുണ്ണിയുടെ മകൻ 57 വയസ്സുള്ള അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 5:45 അപകടം. ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിരെ നിന്ന് വന്ന ടിപ്പർ തട്ടി അബ്ദുൾ റഹ്മാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സിനടിയിലേക്ക് വീണാണ് അപകടം. ബൈക്കിന് മുകളിലൂടെ ബസ് കയറിയിറങ്ങി അബ്ദുൾ റഹ്മാൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് മുരിയാംതോട് ആഡംബര ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആലത്തൂർ വാണിയങ്കോട് സ്വദേശി സ്രാമ്പിക്കൽ വീട്ടിൽ പ്രവീൺ, ആലത്തൂർ മൊടപ്പല്ലൂർ സ്വദേശി മണലിപ്പാടം വീട്ടിൽ ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. മുരിയാന്തോട് സെന്ററിന് സമീപത്ത് വെച്ച് ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. വാടാനപ്പള്ളി റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും ദേശീയപാതയിലൂടെയും കഞ്ചാവ് കടത്തുന്നതായി എക്സൈസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ TR രാജേഷ് മുരിയാന്തോട് വാഹന പരിശോധന നടത്തിയത്. 2.200 അതായത് 200 കിലോഗ്രാം കഞ്ചാവ് നമുക്കിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ അല്ല, ഇവർ വളരെ ഞങ്ങൾ അന്വേഷിച്ച വഴിക്ക് ഇവർ നല്ല കടത്തുകാരാണ് ഉള്ളത്. പക്ഷേ ഇവരുടെ ഈ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ തന്നെ കിട്ടുന്നതാണ്. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ആഡംബര ബൈക്കിലെത്തിയ യുവാക്കളെ വാഹന പരിശോധനയ്ക്കായി എക്സൈസ് സംഘം തടഞ്ഞു. പരിശോധനയിൽ യുവാക്കളുടെ കൈവശമുള്ള ബാഗിനുള്ളിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. കഞ്ചാവിനൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികളെ പിടികൂടിയതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് സൂചന ലഭിക്കുന്നത്. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി താക്കീത് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രിവന്റീവ് ഓഫീസർമാരായ സോണി കെ ദേവസി, AB സുനിൽ, ആന്റണി റോയി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ D ഫൽഗുണൻ, VK ജോർജ്, V ഗണേശൻപിള്ള, N ഷമീർ, TK നിയാസ്, വനിതാ ഓഫീസർമാരായ നിഷ, ചിഞ്ചു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം ശക്തമാക്കി. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് 10,000 നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച, കൊടികയറ്റ കാഴ്ച എന്നിവയിൽ നാനാ ദിക്കുകളിൽ നിന്നായി ജനപ്രവാഹമായിരുന്നു. ചാവക്കാട് തെക്കഞ്ചേരിയിൽ നിന്നും കോൽക്കളി, അർഭനമുട്ട്, ദഫുമുട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ പുറപ്പെട്ട താബൂത്ത് കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. പുത്തൻ കടപ്പുറം, ബ്ലാങ്ങാട് ബീച്ച്, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി കൊടികയറ്റ കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തി കൊടി ഉയർത്തി. വൈകിട്ട് പുത്തൻ കടപ്പുറം, ബ്ലാങ്ങാട് ബീച്ച്, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടുകാഴ്ചകൾ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. മണത്തല നേർച്ചയിലേക്ക് കാഴ്ച കൊണ്ടുവരുന്നതിനിടെ ആനകൾ തമ്മിൽ കൊമ്പുകോർത്തു. ഒരാനയ്ക്ക് കുത്തേറ്റു, 4 ആനകൾ ഇടഞ്ഞു, 2 ആനകൾ ഓടി വീട്ടുമതിലുകളിലും പറമ്പുകളിലെ ഫലവൃക്ഷങ്ങളും നശിപ്പിച്ചു. ആനപ്പുറത്തുണ്ടായിരുന്നവർ പലരും ചാടി രക്ഷപ്പെട്ടു. ചിതറിയോടിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 18 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇടഞ്ഞ ദേവി നന്ദൻ എന്ന ആന കണ്ണച്ചമ്പുരയ്ക്കൽ വേലുണ്ണിയുടെ പറമ്പിലേക്ക് കയറി. ഇവിടെ 1 മണിക്കൂറോളം മതിച്ച ആന പറമ്പിലെ മാവും മറ്റു പിഴുതെറിഞ്ഞു. പാപ്പാന്മാർ വടം കെട്ടി തെങ്ങിൽ തളച്ചെങ്കിലും ആന പരാക്രമം തുടർന്നു. ഈ സമയം പറമ്പിന്റെ ഗേറ്റ് പൂട്ടിയിട്ടെങ്കിലും ആയിരക്കണക്കിന് പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് എത്തി
ക്യാച്ചർ ബെൽറ്റിട്ട് തളയ്ക്കുകയായിരുന്നു. കിഴക്കുടൻ നാസറിന്റെ വീട്ടുപറമ്പിലേക്ക് കയറിയ ആനയെ പേടിപ്പിച്ചു നിർത്താൻ തീയിട്ടെങ്കിലും ആന ശാന്തനായില്ല. പിന്നീട് പാപ്പാന്മാർ ഈ ആനയെയും തളച്ചു. SI KG ജയപ്രദീപ്, ASI അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. മതിലകത്ത് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മതിലകം പടിഞ്ഞാറ് പുന്നിലത്ത് ജമാലുദ്ദീന്റെ മകൻ ഇജാസിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലെത്തിയ ഇജാസിനെ അഞ്ചംഗ സംഘം കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഇരുമ്പ് വടികൊണ്ട് തലയ്ക്ക് അടിയേറ്റ ഇജാസ് തൊട്ടടുത്ത കല്ലറയ്ക്കൽ ഫ്രാൻസിസിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്നാലെത്തിയ സംഘം സോഡാ കുപ്പികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റ ഇജാസ് മതിലകം പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടി അഴീക്കോടൻ നഗറിലെ 50-ലേറെ വരുന്ന കുടുംബങ്ങൾ വർഷങ്ങളായി വേനൽക്കാലത്ത് അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. വല്ലപ്പാടി ജലധാര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വിപുലീകരിച്ച് വെള്ളം എത്തിച്ചതോടെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട ദുരിതത്തിന് പരിഹാരമായത്. കൊടകര പഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് വല്ലപ്പാടി അഴീക്കോടൻ നഗർ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടം വേനൽക്കാലമായാൽ ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. ദേശീയപാതയിലെ കൊടകര പോലീസ് സ്റ്റേഷന് എതിർവശത്ത് ഉയർന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ വേനലിൽ കിണറുകൾ വറ്റും. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ കുടിവെള്ളത്തിനായി ഏറെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾ ദൂരെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് ഉപയോഗിക്കാറുള്ളത്. ലോറിയിൽ വെള്ളം കൊണ്ടുവന്നും ഉപയോഗിക്കാറുണ്ട്. പ്രദേശവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തും കൊടകര ഗ്രാമപഞ്ചായത്തും അനുവദിച്ച ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി വല്ലപ്പാടി ജലധാര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വിപുലീകരിച്ചാണ് ഇപ്പോൾ അഴീക്കോടൻ നഗറിലേക്ക് വെള്ളം എത്തിച്ചിട്ടുള്ളതെന്ന് വാർഡംഗം ഷീബ ഹരി പറഞ്ഞു. 20 വർഷത്തിലധികമായിട്ട് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. നമ്മുടെ ഇവിടെ കുടിവെള്ളവും ദിനചര്യകൾ ഒഴിച്ചുവിടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേനൽക്കാലമായാലും. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടി വെച്ച് 7.5 ലക്ഷത്തോളം ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ വല്ലപ്പാടിയിലെ ജലധാര ലിഫ്റ്റ് ഇറിഗേഷനിൽ നിന്ന് പദ്ധതി വിപുലീകരിച്ച് അഴീക്കോടൻ നഗറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വല്ലപ്പാടി കാവനാട് റോഡരികിലെ പമ്പ് ഹൗസിൽ നിന്ന് വല്ലപ്പാടി വരെ സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈൻ അഴീക്കോടൻ നഗർ വരെ നീട്ടിക്കൊണ്ടാണ് വിപുലീകരണ പദ്ധതി നടപ്പിലാക്കിയത്. 7 ലക്ഷം രൂപയോളം ഇതിനായി ചിലവഴിച്ചു. അഴീക്കോടൻ നഗറിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പൈപ്പ് വഴി വെള്ളമെത്തിച്ച് തുടർന്ന് ചാലുകൾ വഴി പറമ്പുകളിലേക്ക് വെള്ളമൊഴുക്കുന്ന തരത്തിലാണ് വിപുലീകരണ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പറമ്പുകളിൽ ജലസേചനം നടത്തി തുടങ്ങിയതോടെ പരിസരത്തെ വീട്ടുകിണറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വഴി വെള്ളമെത്തിയതോടെ വർഷങ്ങളായി അനുഭവിച്ചു വന്ന ജലക്ഷാമത്തിന് പരിഹാരമായതായി പ്രദേശത്തെ വീട്ടമ്മമാർ പറഞ്ഞു. കുറേ നാളായി ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി വെള്ളമൊക്കെ കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയപ്പോൾ സന്തോഷമായി. കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ അകലെ വരെ പോയി വെള്ളം കൊണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വണ്ടി വെള്ളം വന്നു. ഇപ്പം അതില്ല. ഇപ്പം ഈ വെള്ളം ഇറിഗേഷൻ്റെ വെള്ളം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് വന്ന കാരണം സന്തോഷമുണ്ട്. വിപുലീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10-ന് BD ദേവസ്വം MLA നിർവഹിക്കും. TCV കൊടകര. ചന്ദ്രാപിന്നിയിൽ ഹോട്ടലിൽ കയറി ഉടമയുടെ മകനെയും ജീവനക്കാരനെയും 3-അംഗ സംഘം മർദ്ദിച്ചതായി പരാതി. ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് വശത്തുള്ള മർവ ഹോട്ടലിൽ തിങ്കളാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. ഹോട്ടലിൽ മദ്യപിച്ചെത്തിയ സംഘം മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ പരസ്പരം ബഹളമുണ്ടാക്കുകയും അസഭ്യം പറയുന്നതും ഹോട്ടൽ അധികൃതർ വിലക്കിയിരുന്നു. ഇതേ തുടർന്ന് ഭക്ഷണം കഴിച്ചു പോയ മൂവരും തിരികെ വന്ന് ഹോട്ടലുടമയുടെ മകനെയും ജീവനക്കാരനെയും മർദ്ദിക്കുകയായിരുന്നു. ഹോട്ടലിന്റെ ഒരു ഭാഗത്തെ ചില്ലും തകർത്തിട്ടുണ്ട്. ചളിങ്ങാട് സ്വദേശി പുഴങ്കര ഇല്ലത്ത് ഷാഹുൽ ഹമീദ്, ജീവനക്കാരനായ വലപ്പാട് സ്വദേശി സലീം എന്നിവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെ കയ്പമംഗലം പോലീസ് കേസെടുത്തു. പോട്ട മേൽപ്പാല പരിസരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. കാറ്ററിംഗ് അവശിഷ്ടങ്ങൾ, വീടുകളിലെ മാലിന്യം എന്നിവയെല്ലാം വലിച്ചെറിയുന്നത് മേൽപ്പാലത്തിന്റെ വിജനമായ പ്രദേശത്താണ്. രാത്രിയിൽ സെപ്റ്റിക് മാലിന്യവും നിക്ഷേപിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മാസങ്ങളായി തെരുവ് വിളക്കുകൾ കത്താത്തതും മറ്റൊരു കാരണമാണ്. മാലിന്യ നിക്ഷേപത്തിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാമെന്ന് വാർഡ് കൌൺസിലർ വർഗീസ് മാറോക്കി പറഞ്ഞു. കക്കൂസ് മാലിന്യം മുതൽ കോഴി വേസ്റ്റ്, കാറ്ററിംഗുകാരുടെ അവശിഷ്ടങ്ങൾ, ഹോട്ടൽ വേസ്റ്റുകൾ,
പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മറ്റ് വീട്ടുകാരൊക്കെ ഇത് വലിച്ചെറിയാൻ തുടങ്ങിയിട്ട് കുറേയേറെ വർഷങ്ങളായി തന്നെയാണ് പറയാം. ഇതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് ഈ അതിക്രമം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ പേരിൽ മേൽനടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതില്ലാണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ആണ്. പട്ടികജാതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം പൊക്ലായി സ്വദേശി വില്ലാർവട്ടത്ത് വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കുന്ന ബിനിയെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസും മതിലകം എസ്ഐ KP മിഥുനും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കൂളിമുട്ടം വയമ്പനാട്ട് വീട്ടിൽ വിപിന്റെ മകൻ പ്രണവിനാണ് മർദ്ദനമേറ്റത്. പൊക്ലായി സെന്ററിൽ വെച്ച് അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന പ്രണവിനെ വടികൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുന്നത്തങ്ങാടി വെളുത്തൂരിൽ വീടിനകത്ത് തീപിടിച്ച് സാധനങ്ങൾ കത്തിനശിച്ചു. ആളപായം ഇല്ല. വെളുത്തൂർ മേലെ വീട്ടിൽ അനിലിന്റെ വാടകയ്ക്ക് നൽകിയ വീടിനകത്താണ് തീപിടിച്ചത്. വാടകയ്ക്ക് താമസിക്കുന്ന പച്ചാമ്പിള്ളി നളിനി രാവിലെ വീട് പൂട്ടിപ്പോയതിനു ശേഷമാണ് തീപിടുത്തമുണ്ടായത്. കത്തിച്ചുവെച്ച ചന്ദനത്തിരിയിൽ നിന്നും താഴെ ബക്കറ്റിൽ കൂട്ടിയിട്ടിരുന്ന തുണികളിലേക്ക് തീപ്പൊരി വീണതാകാം തീ പടരാൻ കാരണമെന്നാണ് നിഗമനം. തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് മോട്ടോർ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. വീട്ടിനുള്ളിലെ തുണികൾ, TV, വയറിംഗ്, ഫാൻ തുടങ്ങിയവ കത്തിനശിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് അന്തിക്കാട് SI KS സൂരജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയിരുന്നു. ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ ജൈവ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെയും സ്റ്റുഡന്റ് കേഡറ്റുകളുമായും വിദ്യാർത്ഥികളുമായും ചേർന്നാണ് മുണ്ടകൻ കൃഷി നടത്തിയത്. സമീപത്തുള്ള കർഷകൻ സൗജന്യമായി വിട്ടുകൊടുത്ത നിലത്തിൽ H1 ഇനത്തിലുള്ള വിത്ത് ഉപയോഗിച്ചായിരുന്നു ഇവർ കൃഷിയിറക്കിയത്. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. കാർഷിക ജോലികളും വിദ്യാർത്ഥികൾ തന്നെ നിർവഹിച്ചു. ആവശ്യമായ കൃഷി അറിവുകളും പിന്തുണയുമായി രക്ഷിതാക്കളും അധ്യാപകരും നാട്ടിലെ തലമുതിർന്ന കർഷകരും ഒപ്പം നിന്നത് വിദ്യാർത്ഥികളുടെ കൃഷിയാവേശം വർദ്ധിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യുവ കർഷക പ്രതിഭയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്വരൂപ് കുന്നംവിള്ളി മുഖ്യാതിഥിയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് മധു തൈശിവളപ്പിൽ, പ്രിൻസിപ്പാൾ TV ഗോപി, പ്രധാനാധ്യാപിക PP ടെസ്സി തുടങ്ങിയവർ സംസാരിച്ചു. സദാചാര വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെന്നാരോപിച്ച് നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്ത തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെതിരെ CPM നേതൃത്വം നടപടിക്കൊരുങ്ങുന്നു. ചേറ്റുവ ഡിവിഷൻ അംഗം NR ഗണേഷിനെതിരെയാണ് പാർട്ടി നടപടിയെടുക്കുക. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചേറ്റുവയിലെ ഒരു വീട്ടിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NR ഗണേഷിനെ നാട്ടുകാർ പിടികൂടുന്നത്. പിടികൂടി ഇയാളെ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ നാട്ടുകാരിൽ ചിലർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചതോടെ പാർട്ടി ശക്തമായ നടപടിയെടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അടിയന്തര ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് NR ഗണേഷിനെ സസ്പെൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചു. തുടർ നടപടിയായി പാർട്ടിയിൽ നിന്ന് ഗണേഷിനെ പുറത്താക്കുവാൻ ഏരിയ കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ ചേറ്റുവ ഡിവിഷൻ അംഗം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. ഉത്രാളിക്കാവ് ദേശപ്പാനയ്ക്ക് കുമാരനെല്ലൂരിൽ തുടക്കമായി. ഭഗവതിയെ താലത്തിന്റെ അകമ്പടിയോടെ പന്തലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തി. തുടർന്ന് കൊട്ടിവെച്ച് അകംപൂകൽ, കളമെഴുത്തെന്നീ ചടങ്ങുകൾ നടന്നു. ദേശപ്പാനയോടനുബന്ധിച്ച് കുമരനെല്ലൂർ വനിതാ സംഘത്തിന്റെ കൈകൊട്ടിക്കളി, ദിനേശ് വെള്ളത്തിരുത്തിയുടെ തായമ്പക എന്നിവ നടന്നു. കൃഷ്ണൻകുട്ടി കരിമത്ര ദേശപ്പാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ബഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. രാമോർമ്മപുരം വിജ്ഞാൻ സാഗറിൽ നടന്ന ബഡ്സ് ഫെസ്റ്റിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ബഡ്സ് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു.
കായാമ്പൂവം ഒറ്റപ്പാലം റൂട്ടിലുള്ള വനമേഖലയിൽ തീ പടർന്നു. 150 ഏക്കറോളം കത്തിനശിച്ചു. ഫയർഫോഴ്സും വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളാണ് വനത്തിൽ തീ പടരാൻ കാരണമെന്ന് വനപാലകർ പറഞ്ഞു. ചാലക്കുടി പുഴയിലെ മൂന്നാമത്തെ തടയണ പൂലാനി കുന്നപ്പിള്ളിയിൽ പൂർത്തിയായി. അഡീഷണൽ ഇറിഗേഷൻ വിഭാഗം നിർമ്മിച്ച തടയണയ്ക്ക് 2 കോടി രൂപ ചിലവ് വന്നു. മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളിക്കും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിക്കും മധ്യേയാണ് തടയണ നിർമ്മിച്ചത്. 100 മീറ്റർ നീളത്തിൽ തയ്യാറായ തടയണയ്ക്ക് 2 മീറ്റർ ഉയരത്തിൽ വെള്ളം തടഞ്ഞിരുത്താൻ കഴിയും. തടയണയുടെ പൂർത്തീകരണത്തോടെ മേലൂരിലെ കുന്നപ്പിള്ളി, അടിച്ചിലി പ്രദേശങ്ങളിലും പരിയാരത്തെ ചക്രപ്പാണി വരെയുള്ള ഇടങ്ങളിലും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. ഫെബ്രുവരി 3 രാവിലെ 11 ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. നിധി കമ്പനികളുടെ ഓഹരികൾ ഡിമാറ്റ് ചെയ്യണമെന്ന വ്യവസ്ഥ കേന്ദ്ര കമ്പനി മന്ത്രാലയം പിൻവലിച്ചതിനെ ഓൾ കേരള നിധി ആൻഡ് നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗം സ്വാഗതം ചെയ്തു. ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും ലഘുവും ലളിതവുമായ വ്യവസ്ഥകളിൽ വായ്പാ നിക്ഷേപ സൗകര്യങ്ങൾ നൽകുന്ന നിധി കമ്പനികൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യം സൃഷ്ടിച്ച ഡിമാറ്റ് വ്യവസ്ഥ അസോസിയേഷന്റെ ദീർഘനാളത്തെ പരിശ്രമ ഫലമായാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. യോഗത്തിൽ കണ്ടശാങ്കടവ് ന്യൂട്രിച്ചൂർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് MD വർഗീസ് ജോസിനെ സംസ്ഥാന പ്രസിഡന്റായും KV ശിവകുമാറിനെ ജനറൽ സെക്രട്ടറിയായും ബേബി മൂക്കനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഡേവിസ് കണ്ടനായ്ക്കൽ, VT ജോർജ്, പ്രൊഫസർ KK രവി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ്, CL ഇഗ്നേഷ്യസ്, CK അനിൽകുമാർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. കൊടും ചൂടിന്റെ വരവറിയിച്ച് നാടെങ്ങും ശീമക്കൊന്നകൾ പൂത്തു. കണ്ണിന് അഴകിന്റെ കുളിർമ പകർന്ന് നാട്ടിട വഴിയോരങ്ങളിൽ നിറഞ്ഞു പൂത്തു നിൽക്കുകയാണ് ശീമക്കൊന്നകൾ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ശീമക്കൊന്ന മരങ്ങളും അവയിലെ പൂങ്കുലകളും അന്യമാണെങ്കിലും പാടത്തും പറമ്പിലും കളിച്ചു വളർന്നവർക്ക് ശീമക്കൊന്നകൾ എന്നും ഗൃഹാതുരത്വത്തിന്റെ പ്രതീകമാണ്. മുരിങ്ങയുടെയും ശീമക്കൊന്നയുടെയും കൊഴിഞ്ഞ പൂക്കൾ പെറുക്കി കഞ്ഞിയും കറിയും വെച്ച് കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് വ്യാപകമായി പൂത്തുനിൽക്കുന്ന ശീമക്കൊന്നകൾ. വേലിയറമ്പിൽ തഴച്ചു വളരുന്ന ചെറുമരമായ ശീമക്കൊന്ന ഒരു കാലത്ത് കാർഷിക ഗ്രാമങ്ങളിലെ അവിഭാജ്യ ഘടകമായിരുന്നു. ഫബാസിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ശീമക്കൊന്ന മരങ്ങൾ പരമാവധി 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ്. ഈ ചെടിയുടെ ജന്മദേശം മധ്യ അമേരിക്കയാണ്. പൂക്കളുണ്ടാവുന്നത് ഇലയില്ലാത്ത കൊമ്പുകളുടെ അറ്റത്തായാണ്. ഗ്രാമങ്ങളിൽ പോലും മതിലുകൾ ഉയർന്നപ്പോൾ വേലികൾക്കൊപ്പം ശീമക്കൊന്ന മരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. കടലിൽ കാണാതായ വള്ളം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി ഉടമയ്ക്ക് തിരികെ നൽകി. കയ്പമംഗലം പുന്നക്കച്ചാൽ തീരത്തിന് പടിഞ്ഞാറ് 200 മീറ്റർ അകലെ നങ്കൂരം വിട്ടിരുന്ന കൈതവളപ്പിൽ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള എഞ്ചിൻ ഘടിപ്പിച്ച ഫൈബർ വള്ളമാണ് കയർ പൊട്ടി കടലിൽ ഒഴുകി നടന്നത്. വള്ളത്തിനായി തീരദേശ പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടയിൽ തിരുവനന്തപുരം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ വള്ളം കണ്ടെത്തുകയായിരുന്നു. തീരദേശ സർക്കിൾ ഇൻസ്പെക്ടർ PR ബിജോയുടെ സാന്നിധ്യത്തിൽ വള്ളം ഉടമയ്ക്ക് കൈമാറി. എരുമപ്പെട്ടി മേഖലയിൽ നിന്നും RSSന്റെയും BJPയുടെയും ചുമതല വഹിക്കുന്നവർ ഡിവൈഎഫ്ഐയിൽ ചേർന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘപരിവാർ സംഘടനകളിൽ നിന്ന് രാജിവെച്ചുവെന്ന് പറയുന്ന വ്യക്തികളെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയതാണ്. ഇവരെ ഉയർത്തിക്കാട്ടി ഡിവൈഎഫ്ഐ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. വാസ്തവ വിരുദ്ധ വാർത്തകൾ നൽകിയ ഡിവൈഎഫ്ഐ നേതൃത്വം അത് തിരുത്തി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് RSS നേതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐയിൽ ചേർന്നു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയാണ്. ശാരീരിക പ്രമുഖ എന്ന ചുമതല നിലവിൽ ഒരാൾ ആ ചുമതല വഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മുഖ്യശിക്ഷക്, ശിക്ഷക എന്നീ ചുമതല വേറെ ആളുകളും വഹിക്കുന്നുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലയിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തുകയാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തു നിന്നും സംഘപരിവാർ പ്രസ്ഥാനത്തു നിന്നും ഇവരെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം മൂലവും അതുപോലെ തന്നെ ഇവരുടേതായ പല മേഖലകളിലും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവരെ സംഘടന വ്യക്തമായ തെളിവോടുകൂടി തന്നെ. ഗുരുവായൂർ വാഴപ്പുള്ളിയിൽ ചൂണ്ടയിടുന്നതിനിടെ യുവാവിന് പാമ്പ് കടിയേറ്റു. രായമറയ്ക്കാർ വീട്ടിൽ അഷ്റഫിന്റെ മകൻ ഹക്കീമിനാണ് പാമ്പ് കടിയേറ്റത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 കൂട്ടുകാരുമൊത്ത് കനോലി കനാലിൽ ചൂണ്ടയിടുന്നതിനിടെയാണ് സംഭവം. അണലിയാണ് കടിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ നില ഗുരുതരമാണ്. പാവറട്ടി പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കും പരിചരിക്കുന്നവർക്കുമായി പുനരധിവാസ പരിശീലന പരിപാടി നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന പാലിയേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് നിർമ്മാണ സാമഗ്രികൾ അടങ്ങിയ കിറ്റുകളും നൽകി. വാർഡ് മെമ്പർ വി കെ ജോസഫ് അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ സാമുവേൽ, എൻ പി കാദർമോൻ, എ ജി ഷെറി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എരുമപ്പെട്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ കോർണർ PTA സംഘടിപ്പിക്കുന്നു. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷിതാക്കളെ നേരിൽ കണ്ട് സംവദിച്ച് വിദ്യാർത്ഥികളുടെ പാഠ്യേതര നിലവാരം ഉയർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്കൂളുകളുടെ മികവ് പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ കലാകായിക മികവുകൾ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിനുള്ള പദ്ധതികൾക്കും രൂപം നൽകും. സ്കൂളിൽ നടക്കുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലെ മികവുകൾ, പുതുതായി സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മികവുകളിൽ കുട്ടികളിൽ നേടിയിട്ടുള്ള മികവുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഒരുപാട് പണം ചെലവാക്കി പറഞ്ഞയക്കുന്ന സ്കൂളുകളിലെ പ്രവർത്തനങ്ങളെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രവർത്തനവുമായി നേരിട്ട് കണ്ട് തുലനം ചെയ്യുന്നതിനും വേണ്ടി ഈ രക്ഷിതാക്കളെ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചു. കോർണർ PTAയുടെ പ്രചരണാർത്ഥം അധ്യാപകർ കുട്ടഞ്ചേരി മേഖലയിൽ ഗൃഹസന്ദർശനം നടത്തി. പ്രധാനാധ്യാപിക AS പ്രേംസി, ഡെപ്യൂട്ടി HM MS സിറാജ്, PTA പ്രതിനിധി ജയേഷ്, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ പ്രചരണാർത്ഥം ഹരിതായനം എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. CK രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. KS കൈസാബ്, PN രാമദാസ്, ലത ഉണ്ണികൃഷ്ണൻ, ജില്ലാ കോർഡിനേറ്റർ K ജയകുമാർ, സിബിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അശ്വനി നഴ്സിംഗ് കോളേജിലെ 15ാം ബാച്ച് 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ദീപോജ്വലന ചടങ്ങും BSc MSc വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങും കോളേജിൽ നടന്നു. നടത്തറയിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അശ്വിനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ AK വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ A നളിനാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. അശ്വിനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ MU ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KO റോസി, S ബിന്ദു, പ്രൊഫസർ M നന്ദിനി, ഡോക്ടർ സിസ്റ്റർ ഫിലോ രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു. പുറനാട്ടുകര ആമ്പക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആന ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തി. ആനയെ ചട്ടം പഠിപ്പിക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. വീട്ടുപറമ്പിലെ 2 തെങ്ങുകൾ ആന പറിച്ചിട്ടു. ഇടഞ്ഞ ആനയെ പാപ്പാന്മാർ തളച്ചു. സംഭവമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ആരോഗ്യ പരിപോഷണ പദ്ധതിക്ക് തുടക്കമായി. എളവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും അമല നഴ്സിംഗ് കോളേജിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയുടെയും കാഴ്ചശക്തി, ത്വക്ക് രോഗം, പകർച്ചവ്യാധികൾ തുടങ്ങിയവയിൽ ആരോഗ്യ പരിശോധന, കൌൺസിലിംഗ്, ബോധവൽക്കരണ നാടകം എന്നിവ പദ്ധതിയുടെ ഭാഗമായി നടന്നു. എളവള്ളി ഹെൽത്ത് ഇൻസ്പെക്ടർ MS അരുൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PS മോളി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പ്രിൻസി തോമസ്, K സജീന്ദ്രൻ, റിനു ഡേവിസ്, സൗമ്യ പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന യൂണിവേഴ്സിറ്റി 2 സ്കൂളിന്റെ ഭാഗമായുള്ള കൃഷിയുടെ ബാലപാഠങ്ങൾ എന്ന പരിപാടി പന്നിത്തടം കോൺകോർഡ് സ്കൂളിൽ നടന്നു. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ 50ഓളം കൃഷി പ്രസിദ്ധീകരണങ്ങളും കാർഷിക കലണ്ടറും സ്കൂളിന് കൈമാറി. മണ്ണുത്തി കാർഷിക സർവകലാശാല ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജിജു PLX ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ RM ബഷീർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ബീന ഉണ്ണി, അക്കാദമിക് കോർഡിനേറ്റർ ഇന്ദിര വർമ്മ, സ്റ്റാഫ് സെക്രട്ടറി AV ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹത്തിനെതിരെ ചേലക്കര പഞ്ചായത്തിൽ BMSന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റൻ P രാജഗോപാലൻ, വൈസ് ക്യാപ്റ്റൻ PN സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 10 വർഷം മുമ്പ് കൊരട്ടിയിൽ നിന്നും സ്കോർപിയോ വാഹനം മോഷ്ടിച്ച് സ്പിരിറ്റ് കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ SI ജയേഷ് ബാലൻ അറസ്റ്റ് ചെയ്തു. ആലത്തൂർ എരുമയൂർ സ്വദേശി തോട്ടുപാലം വീട്ടിൽ സക്കീർ ഹുസൈനാണ് അറസ്റ്റിലായത്. മലപ്പുറം നാട്ടുകല്ലിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ ഷിർദി സായ് ശിവാശ്രമത്തിന്റെ വാർഷികം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ബാലസേവക് പുരസ്കാരം അജയ് മുരുകനും ബാലികാ സേവിക പുരസ്കാരം അനഘ വിനോദിനും സമ്മാനിച്ചു. പുരസ്കാരദാനം സ്വാമി പരമേശ്വരാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു. കാശി മഠാധിപതി
എച്ച് രാഘവേന്ദ്ര തീർത്ഥ, ശിവാശ്രമം അഡ്മിനിസ്ട്രേറ്റർ RV രാമകൃഷ്ണൻജി, സ്വാമിജി കൃഷ്ണാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടൂർ പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. 50ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വടക്കാഞ്ചേരിയിൽ നഗരസഭയുടെ കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനവും ഫെബ്രുവരി 1 നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, വൈസ് ചെയർമാൻ MR അനൂപ് കിഷോർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ V ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ മൃഗസംരക്ഷണ പദ്ധതികളുടെയും ക്ഷീര കർഷകർക്ക് നൽകുന്ന വിവിധ സാമ്പത്തിക സഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. ക്ഷീര കർഷകർക്കു വേണ്ടി നടത്തിയ പഠന ക്ലാസിന് ഡോക്ടർ മഞ്ജുഷ നേതൃത്വം നൽകി. മൃഗസമ്പത്തും പാലുൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായി 31 ലക്ഷം രൂപയാണ് നഗരസഭ ഈ വർഷം നീക്കിവച്ചിട്ടുള്ളത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ അംഗപരിമിതരായ കുട്ടികൾക്കായി കലാകായികമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഖില വേണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലത ഭരതൻ, മധുബായി, സുരേഷ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ മൊബൈൽ അദാലത്ത് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് ജഡ്ജ് KB സോമൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരാതിയിൽ വാദം കേട്ടു. രജീഷ് ഉണ്ണികൃഷ്ണൻ, M രാകേഷ്, CA ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കുംകര യൂണിറ്റ് വാർഷിക സമ്മേളനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSSPU തെക്കുംകര യൂണിറ്റ് പ്രസിഡന്റ് CE ഷെയ്ഖ് അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MS ഏലിയാമ, PM ഔസേപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. പുലാക്കോട് വടക്കേക്കര വാണിയത്തറ മാരിയമ്മൻ കോവിലിലെ പൂജാ മഹോത്സവം ആഘോഷിച്ചു. അന്നദാനം, കരക്കാട്ടം എന്നിവ ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK മയൂരനാഥൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K കൃഷ്ണൻകുട്ടി, G സുകുമാരൻ, KM അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹവേദിയിൽ ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാളയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ അധ്യക്ഷത വഹിച്ചു. കൊമ്പിടിഞ്ഞ മക്കൾ ജാറം ഷെരീഫ് വലിയുല്ലാഹി സുൽത്താൻ ബദറുദ്ദീൻ പാഷയുടെ ജാറത്തിൽ കൊടിക്കുത്ത് നേർച്ചയ്ക്ക് ആയിരങ്ങളെത്തി. ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. മൗലീദ് പാരായണം, അന്നദാനം, കൊടിക്കുത്ത് നേർച്ച എന്നിവ നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് ആനകളുടെ അകമ്പടിയോടെ നേർച്ചകൾ ജാറത്തിന് മുന്നിലെത്തി. തുടർന്ന് ആലിൻ ചുവട്ടിലെത്തി കൊടിക്കുത്ത് നേർച്ച നടത്തിയാണ് തിരിച്ചിറങ്ങിയത്. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന റൂബി ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് സ്നേഹക്കൂട്ടായ്മ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് 40 വർഷങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സ്കൂൾ വാർഷികവും യാത്രയയപ്പും മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ KV ഫൈസൽ, പ്രധാന അധ്യാപകൻ TC സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് PV അലി, സ്റ്റാഫ് സെക്രട്ടറി MM മുഹസിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ ബസ് ഉടമകളുമായും ജീവനക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തോളൂർച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അവതാളത്തിലായി. 5 പഞ്ചായത്തുകളിലെ കോൾ കൃഷി ഉണക്ക് ഭീഷണിയിൽ. കൊടുങ്ങല്ലൂർ നഗരവും പരിസരവും കയ്യേറ്റ മാഫിയയുടെ പിടിയിൽ. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തട്ടുകട തുടങ്ങി മറിച്ചുവിറ്റ് 10,000 ലാഭം നേടുന്ന കച്ചവടം വ്യാപകമാകുന്നു.
വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ബിആർഡിക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കാളിയാറോഡ് പങ്ങാരപ്പള്ളി സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മരിച്ചത്. വലപ്പാട് മുരിയാന്തോട് 2.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആലത്തൂർ സ്വദേശികളായ പ്രവീൺ, ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.